ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? റമളാൻ മാസം ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഈദ് ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ശിവാജി നഗറിൽ വന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ശിവാജി നഗറിൽ നിന്നല്ല, ബാംഗ്ലൂർ മിക്ക സ്ഥലങ്ങളിലും റംസാൻ മാസം ഫുഡ് മേള ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയ സ്ഥിതിക്ക് എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ സാറ്റർഡേ അല്ല, സൺഡേ ആണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഏകദേശം വൈകുന്നേരം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ തലേ ദിവസം സാറ്റർഡേ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം വൈകുന്നേരം സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ലേറ്റാവും പോകാൻ. പിന്നെ ഇവിടെ ഈ ഒരു റംസാൻ മാസത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെയുള്ള ഈ ഒരു ഫുഡ് മേള. ഞങ്ങൾ എല്ലാ ഇയറും ഇവിടെ വരാറുണ്ട്. ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ അങ്ങനെ വരാനും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഷോപ്പിംഗ് നടക്കും. പിന്നെ ഈ ഒരു ഫുഡ് മേളയിൽ വന്ന് എന്നുള്ളൊരു ഇതും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് സൺഡേ ശിവാജി നഗറിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മിക്ക ഷോപ്പുകളും, അതായത് റോഡിൻ്റെ ഇരു സൈഡിലായിട്ടും ഓരോ ഷോപ്പുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം അതിൻ്റെ ഒരു പണിയിലാണ്, ഫുഡ് ഉണ്ടാക്കേണ്ടതൊക്കെ പണിയിലാണ്. ചിലടത്ത് ആയതനുസരിച്ച് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുൾ വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത്. റമദാൻ മാസം മാത്രം കാണാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി ഫുഡുകളാണ്. ഇതൊക്കെയാണ് ഇവർ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ സ്നാക്സായിട്ട് വല്ല പഴംപൊരിയോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഫുഡുകളൊക്കെ എല്ലാം സ്നാക്സുകളാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. പക്ഷേ ഇവിടെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവരുടെ ഫുഡ്. അപ്പോൾ അത് ഈ ഒരു കാണുന്നില്ലേ, യെല്ലോ കളറിൽ ഒരു ബ്രെഡ് പോലെ, അത് കീമ പൊറോട്ടയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇവർ ഈ ഒരു ഫുഡിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് റമദാൻ മാസം മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ പിന്നെ ഷോപ്പിലധികം ചോദിക്കാറുണ്ട് കീമ പൊറോട്ട ഉണ്ടോ, പക്ഷേങ്കിൽ റമദാൻ മാസം ടൈമിന് മാത്രമാണ് അത് കിട്ടിയിട്ടുള്ളൂ. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ബൈക്ക് വരുന്ന വഴിയിൽ വേറൊരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് ബാക്കി നടന്നിട്ടാണ് വന്നത്. കാരണം ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ആവശ്യം നടക്കുകയില്ല, ഞങ്ങൾ അവിടെ എത്താൻ തന്നെ ലേറ്റാവും. പിന്നെ അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷോപ്പിംഗ് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടാണ് ബാക്കി വന്നിട്ടുള്ളത്. പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില തിരക്ക് ഒഴിഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഓരോ വണ്ടിയും പോകുമ്പോൾ കുട്ടികളുടെ കാലിൻ്റെ മേലിലൂടെയൊക്കെയാണ് ഇതിൻ്റെ ടയറൊക്കെ കയറി പോകുന്നത്, കുട്ടികളെന്നല്ല. അപ്പോൾ അവരെയൊക്കെ ശ്രദ്ധിക്കണ്ട. അതുകൊണ്ട് ഞാൻ പിന്നെ ഫോണൊക്കെ ബാഗിൽ വെച്ചിട്ട് പിന്നെ കുട്ടികളെ രണ്ടാളെ കൈയൊക്കെ പിടിച്ച് നടന്നിട്ടാണ് ഉള്ളത്. പിന്നെ ഇതാ നോമ്പൊക്കെ തുറന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ സാറ്റർഡേ ആനുവൽ പ്രോഗ്രാമാണ് സ്കൂളിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ഷൂവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഒരു ചപ്പൽസിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ആ ഒരു ഭാഗത്ത് പോയിട്ട് കുട്ടികൾക്ക് ഷൂ, എനിക്ക് ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോകാമെന്ന്
അപ്പോൾ അതിനു മുന്നേ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ഇപ്പോൾ ശിവാജി നഗറിൽ ഇവിടെ ഷേർ ഖാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോട്ടലുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആ ഹോട്ടലിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ അവിടത്തേക്ക് തന്നെ പോയി ചോറ്, ബിരിയാണി, കബാബൊക്കെ വാങ്ങിച്ച് കഴിച്ച്. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നല്ല, എടുത്തിട്ടില്ല. കാരണം അത്രയും ടയേർഡായിരുന്നു. നോമ്പ് തുറക്കുന്നതിന് മുന്നേ വിചാരിക്കും ഓരോ ഐറ്റംസ് കാണുമ്പോഴും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കണം അത് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേങ്കിൽ ഞങ്ങൾ പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസും പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്കും കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വയറ് നന്നായിട്ട് ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. പൊതുവേ തന്നെ നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസും പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്കൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വയറ് ഫില്ലാവും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു 10, 10:30, 11 മണി അങ്ങനെയൊക്കെ ആയാലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുള്ളൂ. കാരണം അത്താഴത്തിന് പിന്നെ ഞങ്ങൾ വേറെ ഒന്നും കഴിക്കില്ല. ഷേർക്കവറും പഴവും ചായയും കഴിക്കില്ല, വെള്ളം കുടിക്കുക. ഞാൻ ചായയും ബിസ്ക്കറ്റാണ് കഴിക്കുക. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാന്ന് തിരിച്ച്. അന്നേരം പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇല കാണുന്നതാണ് ചെമ്പാക്കലി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. സ്വീറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചെമ്പാക്കലി. പിന്നെ ചെമ്പാക്കല്ലിയും വാങ്ങി. പിന്നെ ഹൈദരാബാദി ഹലീം ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ. അതുകൊണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ഒരു ചെറിയ ബോക്സ് പാഴ്സൽ വാങ്ങിച്ച് റൂമിലെത്തിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ് ചെയ്തത്. വിവിധതരം ഫുഡുകളുടെ വർണ്ണക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.